നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം എന്ന് അവസാനിക്കും എന്ന ആകാംക്ഷയിലും അതിലേറെ ഉത്കണ്ഠയിലുമാണ് ലോകം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ എത്രയോ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും യുദ്ധത്തിന് ഒരു വിരാമമാകാതെ തുടരുക തന്നെയാണ്. ഇറാനെ 2 ആഴ്ചയ്ക്കുള്ളിൽ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് യുദ്ധം ആരംഭിച്ചത് എങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 5 മാസം കഴിഞ്ഞ് 6-ാം മാസത്തിലേക്ക് കടക്കാനിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നുണ്ടായ സംഭവം തന്നെ നമുക്ക് നോക്കാം. കുവൈറ്റിലേക്ക് ഇറാൻ അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇന്ന് നടത്തിയത്. കുവൈറ്റിലെ ഒരു ചൈനീസ് കമ്പനിയുടെ നേർക്കായിരുന്നു ആക്രമണം നടന്നത്. ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് പറയപ്പെടുന്നത്. ചൈന ഇറാനെ നിരന്തരമായി സഹായിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് കുവൈറ്റിലെ ചൈനീസ് കമ്പനിക്ക് നേർക്ക് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി അമേരിക്ക ഇറാന് നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ തന്നെ തങ്ങൾ ചെറുത്തു നിന്നു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. കൂടാതെ ഇറാൻ്റെ ആക്രമണം ഇപ്പോൾ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. സൗദി അറേബ്യ ഇറാഖിന് നേർക്ക് ആക്രമണം നടത്തുന്നു. അതുപോലെ ഇറാൻ ഈജിപ്തിൻ്റെ തീരത്തേക്കും ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈജിപ്തിൽ അവിടെ തീരത്തുണ്ടായിരുന്ന കപ്പലുകൾക്ക് നേർക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ചുരുക്കത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ എങ്ങനെയാണോ 4 ഭാഗത്തു നിന്ന് വളഞ്ഞിട്ട് ഇറാനും അവരുടെ കൂട്ടുകക്ഷികളായ തീവ്രവാദ സംഘടനകൾ നേരിടുന്നത്, അതിൻ്റെ മറ്റൊരു പതിപ്പ് പോലെയാണ് ഇപ്പോൾ അമേരിക്കയും അനുഭവപ്പെടുന്നത്. ഇറാൻ 4 ഭാഗത്തു നിന്നും അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇറാൻ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ IRGCയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അവർ ലക്ഷ്യമിടുന്നുവെന്നാണ്. അവരെത്രയും വേഗം വധിക്കാൻ കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇറാനെ എളുപ്പത്തിൽ കീഴടക്കാം എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. ഇറാൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെ പുതിയ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് പോലും പറയുന്നത് താനും മുസ്തഫയെ കണ്ടിട്ടില്ല, അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നാണ്. അവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ഈ IRGC എന്ന സൈനിക വിഭാഗം തന്നെയാണ്. ഈ പരമോന്നത നേതാവിൻ്റെ പേരിൽ പുറത്തു വരുന്ന പ്രസ്താവനകളുമൊക്കെ തന്നെ ഇവർ തയ്യാറാക്കുന്നതാണോ എന്ന സംശയം നേരത്തെ ഉയർന്നിരുന്നു. മുസ്തഫ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഫെബ്രുവരി 28 ആക്രമണത്തിന് ശേഷം അദ്ദേഹം കോമാ സ്റ്റേജിൽ കഴിയുകയാണ് എന്നുമൊക്കെയാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. ഒരുപക്ഷെ ആ ഒരു വാർത്ത ശരിയാണ് എന്ന് ലോകം വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നത്. കാരണം ഫെബ്രുവരി 28-ന് ശേഷം മുസ്തഫ ഖമേനിയെ ആരും തന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഇനിയും ഉറപ്പില്ലാത്തൊരവസ്ഥയാണുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പെട്ടെന്ന് കീഴടങ്ങേണ്ട ആവശ്യമില്ല. കാരണം അത്രയും വിപുലമായ സംവിധാനങ്ങൾ ഇറാൻ്റെ കൈവശമുണ്ട്. ഇറാൻ ഒരു വലിയ രാജ്യമാണ്, പരുക്കൻ ഭൂപ്രകൃതിയാണ്. അവരുടെ ആണവ സംവിധാനങ്ങളും മറ്റുമൊക്കെ തന്നെ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വലിയ പർവ്വത നിരകളിലുള്ള അവരുടെ രഹസ്യ താവളങ്ങളിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും അമേരിക്ക ഇത്തരം താവളങ്ങൾ കണ്ടെത്തി ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി അവിടങ്ങളിലേക്ക് ആക്രമണം നടത്തുകയൊക്കെ തന്നെ ചെയ്യുമ്പോഴും ഇപ്പോഴും ഇറാനെ ഒന്ന് തോൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് അമേരിക്കയെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ നിന്നും വലിയ തോതിലുള്ള കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നുള്ളത് അമേരിക്കയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്നു. അമേരിക്കയിലെ ജനങ്ങൾ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും ട്രംപിനെതിരെ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരുകയാണ്. എന്തിനാണ് വെറുതെ ഒരു യുദ്ധം ഏറ്റുവാങ്ങി അല്ലെങ്കിൽ അതിൽ തലയിട്ട് കൊടുത്ത് അമേരിക്കയുടെ പണവും ജനങ്ങൾ നികുതിയായി നൽകിയ പണവും അവരുടെ കൈവശം വെച്ചിരുന്ന ഏറ്റവും മികച്ച ആയുധങ്ങളുമെല്ലാം വെറുതെ കളഞ്ഞത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇറാൻ്റെ കൈവശം അതിശക്തമായ തോതിൽ ഡ്രോണുകളും മിസൈലുകളുമുണ്ട്. ഇറാൻ്റെ ഒരു ഡ്രോൺ നിർമ്മിക്കാൻ $30,000 ചിലവ് എങ്കിൽ ആ ഒരു ഡ്രോണിനെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് $45 ലക്ഷം ചിലവാക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അമ്പരപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ പോലും ഇപ്പോൾ ട്രംപിനെതിരെ അതൃപ്തി പടരുന്നു എന്നുള്ള വാർത്തകളുണ്ട്. ട്രംപിനെ എന്ത് വില കൊടുത്ത് യുദ്ധം ജയിച്ചേ തീരൂ, നെതന്യാഹുവിന് ജയിച്ചേ തീരൂ, ഇറാനും ജയിച്ചേ തീരൂ. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ ഇറാൻ്റെ ഭാഗത്തായിരുന്നു. റഷ്യ ആകട്ടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൂംസ്ഡേ പ്ലെയിൻ എന്നറിയപ്പെടുന്ന അവരുടെ ആ ഒരു വിമാനം വരെ ഇറാൻ വിട്ടുകൊടുത്തു എന്നുള്ള വാർത്തകൾ, അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ചൈന കഴിഞ്ഞ ദിവസം അവർക്ക് 400ഓളം മിസൈൽ ലോഞ്ചറുകൾ കൊടുത്തു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ യുദ്ധം നീളുകയാണെങ്കിൽ ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുമോ എന്നാണ് ഇപ്പോൾ പലരും ആശങ്കപ്പെടുന്നത്. നമ്മുടെ മുന്നിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ട്, അത് ഇപ്പോഴും തുടരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്, ഇപ്പോഴതിന് ഒരു അവസാനം ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ ഒരു യുദ്ധവും ഇങ്ങനെ തുടരുമോ എന്നുള്ള
ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊരു ലോകമഹായുദ്ധമായി മാറുമോ എന്നുള്ള ഭീതി പലർക്കുമുണ്ട്. സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ടെങ്കിലും പാകിസ്ഥാനെയൊക്കെ പോലെയുള്ള ദുർബലരായ രാജ്യങ്ങളാണ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റാരും ഇവരെ വകവയ്ക്കാനുള്ള സാധ്യത പോലും കാണുന്നില്ല. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കന്മാർ പോലും അല്ലെങ്കിൽ സെനറ്റർമാർ പോലും ട്രംപിനോട് പറഞ്ഞത് ഈ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നാണ്. ബിൻ ലാദന് വർഷങ്ങളോളം അഭയം കൊടുത്ത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അവരുടെ മധ്യസ്ഥത നമുക്ക് ആവശ്യമില്ല എന്നാണ് പലവട്ടം അവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ ഒരുപാട് വ്യവസായ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഈ പാകിസ്ഥാനെ മധ്യസ്ഥനായി നടത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കാം എന്ന് വേണം കരുതാൻ. ഏതായാലും ലോകം ആകെ ആശങ്കയിൽ തന്നെയാണ്. ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അല്ലെങ്കിൽ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുമെന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ യുദ്ധം തുടരുകയാണെങ്കിൽ ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും സൃഷ്ടിക്കും. ഗൾഫ് രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ അവരുടെ സാമ്പത്തിക അടിത്തറയെ വല്ലാത്ത രീതിയിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായ എണ്ണ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും എവിടെ നിന്നും ആക്രമണം ഉണ്ടാകാം. ഇറാനാകട്ടെ തങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ശക്തരാണ് എന്ന് സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ മുന്നിൽ. ഏതെങ്കിലും രാജ്യങ്ങളിൽ ശക്തമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിന് ലോകക്രമത്തെ തന്നെ ഒരുപക്ഷെ മാറ്റുന്ന തരത്തിലേക്കായിരിക്കും ഈ യുദ്ധം എത്തിക്കുക എന്നാണ് എല്ലാവരുടെയും ആശങ്ക.